രാവിലെ കിച്ചണിലോട്ട് വന്നതും ആദ്യം കാണുന്നത് ഇതാണ്. തലേ ദിവസം മാറ്റി വെച്ച മാവ് പൊന്തി പോവാനായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ തക്ക സമയത്ത് എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ല എങ്കിൽ ആളെനിക്ക് പണി തന്നേനെ. നാളേക്കുള്ള മാവ് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നു. മാവ് ആട്ടി വെച്ചാല് കുറച്ച് ദിവസം എന്തായാലും നോക്കണ്ടല്ലോ. ഇനിയിപ്പതാ ചായ കുടിക്കാനായിട്ട് പോവാണ്. നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട് പുറത്ത്. ഇനി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, എന്നാലേ കുക്കിംഗ് ചെയ്യാനൊക്കെ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും തനിമോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇവിടെ എലിശല്യം കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും തൃപ്തി ഉണ്ടാവില്ല ഭക്ഷണം വെക്കുന്നതിൽ. അങ്ങനെ ഇതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി കുക്കിംഗ് ചെയ്യാനായിട്ട് പോവുകയാണ്. റേമോളും തനിമോളും വൈകിയാണ് എണീറ്റത്. അതുകൊണ്ട് മെല്ലെയാണ് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. തലേ ദിവസത്തെ കുറച്ച് പുട്ടിൻ്റെ മാവുണ്ടായിരുന്നു. അത് ഇനിയും ഫ്രിഡ്ജിൽ വെച്ച് നാശാക്കണ്ട എന്ന് കരുതിയിട്ട് കുറച്ച് പുട്ട് കൂടി ഉണ്ടാക്കാം എന്ന്. അങ്ങനെ ഇതാ പുട്ടൊക്കെ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിദോശയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഉള്ളിയൊക്കെ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ചമ്മന്തി അരിക്കാനുള്ള തക്കാളി ഫ്രിഡ്ജിലുണ്ടായിരുന്നില്ല, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഉള്ളിദോശയിൽ ഉപ്പിക്കാം എന്ന് കരുതി അങ്ങനെ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി വെച്ചു. മാവൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ദാ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ദോശ കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ദാ ദോശയൊക്കെ ഒന്ന് പരത്തി അതിലേക്ക് ഉള്ളി കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തത് കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ദോശ മറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഉള്ളി ദോശ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ കുറച്ച് പുട്ടും അതുപോലെ ഒരു ദോശ കൂടി എടുത്ത് തലേ ദിവസത്തെ വെണ്ടയ്ക്കക്കറി കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. കുട്ടികൾ പിന്നെ അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ടാറ്റാ ബൈ.